ഹായ് ഫ്രണ്ട്സ്, നാദൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായിരുന്നു വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ട്. നമുക്ക് പല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീടിന് ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തൈകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിലുണ്ടായിട്ടുള്ള കായകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയണ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ വീട് താമസം മാറിയിട്ട് ഏകദേശം 5 വർഷത്തോളം ആവാനായി. അപ്പോൾ നമ്മൾ ആ ഒരു സമയം മുതൽ ഇതുവരെ പല തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട്, ചിലതൊന്നും കായ്ക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വളരും ചെയ്യും, കായ്ക്കും ചെയ്യും. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു തൈകൾ വാങ്ങുന്ന കടയിലെ ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതായിരുന്നു. ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് മണ്ണ് കൊത്തി ഇളക്കിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു മുറ്റത്തിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ മണ്ണ് ഇങ്ങനെ വേറെ പുറത്തുനിന്ന് കൊടുന്നിട്ടതാണ്. അപ്പോൾ അതിൽ വേണ്ട പോലെ വളവും കാര്യം ഉണ്ടാവില്ല. നമ്മളെ തൈകൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാസവളം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇക്കാൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് തൈകൾക്ക് രാസവളമൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് അതിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ലല്ലോ, പുറത്തുനിന്ന് പോയിങ്ങാണ്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഇതും സെയിം അല്ലേ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ വല്ലാണ്ട് രാസവളം ചേർത്ത് കൊടുക്കലില്ല. പക്ഷേ രാസവളം ചേർത്ത് കൊടുത്താൽ 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു രാസവളത്തിൻ്റെ വിവരങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിപ്പോൾ എന്തായാലും ചാണകപ്പൊടിയാണ്, നല്ല ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലിപ്പോൾ ഉള്ളത് ഇത് മൂച്ചിയാണ്, പിന്നെ ഇത് അവക്കാഡോ ആണ്. അവക്കാഡോൻ്റെയൊക്കെ ബെഡ് ചെയ്ത തൈയാണെന്ന് എനിക്ക് തോന്നുന്നു. ബെഡ് ഓർ ലെയർ എന്തോന്ന് ചെയ്തിട്ടുള്ളൊരു തൈയാണ്. ഇതിന് 350 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു ടൈപ്പ് മൂച്ചിയാണ്. അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മൂച്ചിയൊന്നുമല്ല, സാധാ പോലുള്ളൊരു മൂച്ചിയാണ് ഇത്. പിന്നെ കിലോ പേര. പിന്നെ വീടിൻ്റെ മുൻവശത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് അബിയുണ്ട്, ഫുലാസാനുണ്ട്, പിന്നെ യെല്ലോ റംബുട്ടാനുണ്ട്. ഇത് വീടിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ചിക്കുവാണ്. നിറയെ കായ്കളുള്ള ഒരു ചിക്കുവാണ്. ഞാൻ വീട് താമസം മാറിയപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള തൈകളിൽ പെട്ട ഒന്നാണിത്. നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഈ ഒരു ചിക്കു നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പനയുണ്ട്. പനൻ്റെ മുകളിൽ കുറേ ആവിലുകൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഇത് റെഡ് കളറ് പാഷൻ ഫ്രൂട്ടാണ്. ലക്ഷ്മി തരു എന്ന് പറയുന്ന മരത്തിലാണ് അത് പടർത്തിയിട്ടുള്ളത്. പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർത്തിയാൽ പെട്ടെന്ന് മരം പോകുന്നുണ്ട്, ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള മരമാണെങ്കിൽ കയറ്റാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇത് റംബുട്ടാൻ്റെ തൈകളാണ്, സാധാ റെഡ് കളറ് റംബുട്ടാനാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാങ്കോസ്റ്റീൻ്റെ ഒരു തൈയും ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം വിശദമായിട്ട് തന്നെ കാണാം. മാങ്കോസ്റ്റീൻ ഏകദേശം 2-3 വർഷത്തോളം പ്രായമായിട്ടുണ്ട്. ഇത് അതേപോലെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. വേറൊരു ബുഷ് ഓറഞ്ച് കായ്ക്കാൻ തുടങ്ങിയതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റിലൊന്നും മാറ്റില്ല. പക്ഷേ ഇത് എത്ര നമ്മൾ ചാണകമൊക്കെ ഇട്ട് കൊടുത്താലും പിന്നെ രാസവളം ഇട്ട് കൊടുത്താലൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ വളരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുരട്ടുള്ള മണ്ണ് നല്ല ടൈറ്റ് ടെമ്പറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി കളച്ച് എടുക്കുകയാണ്. ആ ഒരു ഭാഗം മണ്ണിനൊരു വേരൊക്കെ ഓടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ അടുക്കളൻ്റെ ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ്. കിലോ പേരയുടെ തന്നെ ഉള്ളു പിങ്ക് കളറുള്ളൊരു തൈയും, പിന്നെ തായ്ലൻഡ് ചാമ്പക്കയും, പിന്നെ അതേപോലെ ഒരു ടൈപ്പ് റംബുട്ടാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുക്കള ഭാഗത്ത് തന്നെ വെച്ചിട്ടുള്ള പിന്നെ ബിയർ ഫ്രൂട്ടാണ്. ബിയർ ആപ്പിളില്ലേ, അതാണ് നമ്മളെ എലന്തപ്പഴല്ലേ, അത് നല്ല വളർന്നു പോയിട്ടുണ്ട്. നന്നായിട്ട് കായ്ക്കും. അതായത് കുഞ്ഞു കുഞ്ഞു കായ്കൾ കുറേ ഉണ്ടാകും. അത് വളർന്നു വരുമ്പോഴേക്കും പക്ഷികളോ അണ്ണാനൊക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ രാസവളം ചേർത്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത്. ഇതാണ് ആ രാസവളം. അത് 20-20-20 320 ആണ് കേട്ടോ.
അതാണ് ഈ രാസവളമായിട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഏത് അങ്ങനെ ശരിയാവാതെ നിൽക്കുന്ന തൈകളാണെങ്കിൽ പോലും ഇത് ഇട്ട് കൊടുത്താൽ വിത്തിൻ 1 വീക്ക് പുതിയ തളിര് വരും. നല്ല ഉഷാറായിട്ട് തൈ വളർന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരിക്കലും രാസവളത്തിന് പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷെ ചില തൈകൾ നമ്മൾ കുറേ വർഷം വെച്ച് കുറേ വർഷമായാലും കുറേ മാസങ്ങളായാലും വേണ്ട പോലൊരു വളർച്ച ഇല്ലാതെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 1-2 തവണയൊക്കെ ഈ ഒരു 20-20-20 ഇട്ട് കൊടുത്താൽ എന്താണ് റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് വീണ്ടും ജൈവവളത്തിലേക്ക് തന്നെ പോയാലും ആ മണ്ണിൻ്റെ ശരിയായിട്ടുള്ള ഗുണം നഷ്ടമാവും എന്നുള്ളതൊക്കെ അറിയാം. എന്നാലും നമുക്ക് ആ ഒരു തൈ നശിച്ചു പോവാതെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഞാൻ കിച്ചണിലുള്ള വേസ്റ്റൊക്കെ സാധാരണ ഇതിൻ്റെ താഴേക്ക് ഇട്ട് കൊടുക്കാറാണ്. കാരണം കിച്ചണിൽ നിന്ന് വാതിലിൻ്റെ അവിടെ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ആ പുള്ളിത്തോല്, പഴത്തൊലി, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മീൻ അങ്ങനത്തെ വേസ്റ്റ്, അതുപോലെ പിന്നെ പുളിയുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇത് പിന്നെ കുരു മുളച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പക്കയുടെ തൈയാട്ടോ അപ്പോൾ നിങ്ങളാ കണ്ടത്. ഇത് നമ്മളെ ബിയർ ആപ്പിളിൻ്റെ പൂക്കളാണ്. നിറയെ പൂക്കളും കുഞ്ഞു കുഞ്ഞു കായകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർന്ന് വന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ബിയർ ആപ്പിളിൻ്റെ സൈസിലേക്ക് ഇത് എത്തുന്നില്ല. അതിൻ്റെ മുൻപ് തന്നെ പക്ഷികളോ അല്ലെങ്കിൽ അണ്ണാനൊക്കെ വന്ന് കഴിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. നമ്മൾ പിന്നെ കവറൊന്നും കെട്ടിക്കൊടുത്ത് അങ്ങനെ മുഴുവനും എടുത്ത് വെക്കലൊന്നുമില്ല. അവരും കഴിക്കട്ടെ വിചാരിക്കും. ഇത് പിന്നെ സാധാ നാടൻ മൾബറിയാണ്. അതിൻ്റെ കൊമ്പ് കൊണ്ടുവന്നുകൊണ്ട് നട്ടതാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഇത് പിന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു മൈലാഞ്ചി ചെടിയാണ്. ഞാനങ്ങനെ മൈലാഞ്ചി ഇടുന്ന കൂട്ടത്തിലൊന്നും അല്ല, എന്നാലും അത് ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഒരു ഇഷ്ടമാണ്. വീട്ടിലുണ്ടാവുന്നത് ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ടൈപ്പ് റംബുട്ടാൻ തന്നെയാണ് കേട്ടോ. ഇത് റെഡ് കളർ തന്നെയാണ്. പക്ഷേ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്തുള്ളതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇനി നമ്മളെ തോട്ടത്തിൽ താഴെ ഭാഗത്തായിട്ടാണ് വിയറ്റ്നാം മെർലി പ്ലാവ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഇക്കാനേക്കാളും ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരു വർഷമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ വിയറ്റ്നാം മെർലി പെട്ടെന്ന് കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കുന്നത്. ഇത് പിന്നെ സാധാ ഒരു മാവ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തൈ വാങ്ങിച്ചതൊന്നുമല്ല. പെരിങ്ങോട്ട് കൃഷിയിൽ നിന്ന് നമുക്ക് അറിയുന്ന ചേച്ചിയൊക്കെ നമുക്ക് കുറച്ച് മാങ്ങ തന്നിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ അണ്ടി മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയ തൈയാണ്. അപ്പോൾ അത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചിക്കുവാണ്. ഈ ഒരു മാവ് വെച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചിക്കു നിൽക്കുന്നത്. ഇപ്പോൾ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീട് താമസം മാറിയ ഉടനെ ഈ ഒരു തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചിക്കു കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് അത് കായ്ക്കും ചെയ്യുമല്ലോ, ആ ഒരു കാരണം കൊണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഏകദേശം 5 വർഷത്തോളം പ്രായം ഈ ഒരു ചിക്കുവിനുണ്ട്. എന്തായാലും പ്രായത്തിനുള്ള പക്വത കാണിക്കുന്നുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പന എന്ന് പറഞ്ഞില്ല, അത് ഇതിൽ നിറയെ ആവിലുണ്ടാവും. പിന്നെ നമ്മളെ പേരക്കയും അതുപോലെ ചിക്കും ഒക്കെ കഴിച്ചിട്ട് ഒന്നും നമുക്ക് കിട്ടാത്തൊരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ പട്ടല്ലേ, പനൻ്റെ പട്ടയൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് ഇപ്പോൾ ആവിലിൻ്റെ ശല്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചിക്കു ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. ഒക്കെ നല്ല കായ്കളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷികളൊന്നും കഴിക്കാതെ. പിന്നെ പക്ഷികൾ കഴിക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കഴിച്ചോട്ടെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഇങ്ങനെ കാർന്നിട്ട് പോവും. പിന്നെ നമുക്കത് കഴിക്കാനും പറ്റില്ല, അവരത് മുഴുവൻ കഴിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. ഏതായാലും ആ ഒരു പ്രശ്നം ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കിലോ പേരയാണിത്. ഇതിൻ്റെ ഉൾവശം വൈറ്റാണ്. അടുക്കളൻ്റെ ഭാഗത്ത് വെച്ചത് ഉൾവശം പിങ്ക് കളറുള്ളതാണ്. ഇതും വലിയ വിലയൊന്നും കൊടുക്കാതെ ഏകദേശം 350 രൂപ റേഞ്ചിൽ നമ്മൾ ഒലിപ്പുഴയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. റെയിൻബോ ഗാർഡൻസ് നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഈ വീട്ടിൽ പല സ്ഥലത്തുനിന്നും തൈകൾ കൊടുന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഇക്കിട്ടോ, ഞാൻ ഒറ്റക്കല്ല. ഞങ്ങൾ അങ്ങനെ വെച്ചത് ഒന്നും വേണ്ട പോലെ കായ്ച്ചിട്ടില്ല. പക്ഷെ ഇവിടുന്ന് വാങ്ങുന്ന ഈ റെയിൻബോന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സൊക്കെ തൈകളൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുമുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം. അതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് മാത്രമേ ഉള്ളൂ വാങ്ങിക്കാറുള്ളത്. ഇത് നമ്മൾ ഫുലാസാൻ്റെ തൈയാണ് കേട്ടോ. പിന്നെ എത്ര വർഷം എടുക്കും ഇത് കായ് ഉണ്ടാവാനൊന്നും അറിയില്ല. എന്തായാലും നമ്മളത് മക്കളെ നോക്കുന്ന പോലെ തന്നെ നോക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത്ര കൂടുതൽ തളിരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് വെച്ചതിന് ശേഷമാണ്
ഇതിങ്ങനെ ഉഷാറാവാൻ തുടങ്ങിയത്. ഇത് നമ്മളെ അബിയൂൻ്റെ തൈയാണ്. അത്യാവശ്യം ഫുലാസാനും അബിയും ഒക്കെ നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മളെ അബിയൂൻ്റെ തൈയാണ്. എനിക്കിതിൻ്റെ ഇല കാണുമ്പോൾ മുട്ടപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പാണ് തോന്നുന്നത്. ഇത് പിന്നെ യെല്ലോ കളർ റംബുട്ടാൻ. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്ന 2 റംബുട്ടാനും റെഡിലുള്ള 2 വെറൈറ്റീസാണ്. പക്ഷെ ഇത് യെല്ലോ കളറാണ്. ഇത് നമ്മളെ അവക്കാഡോ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണ് അവക്കാഡോ അറിയണത്. ഇതിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് കായ്ക്കണേ എന്നുള്ളൊരു പ്രതീക്ഷയിൽ പൊന്നു പോലെ നോക്കുന്ന ഒരു തൈയാണിത്. ഇത് പിന്നെ ഒരു ടൈപ്പ് മൂച്ചയാണ്. പിന്നെ വലിയ വില പിടിപ്പുള്ളതൊന്നുമല്ല. ഇതും വേറൊരു ടൈപ്പ് മൂച്ചയാണ്. പിന്നെ അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. പിന്നെ വീടിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ അവക്കാഡോൻ്റെ വേറെ 2 തൈ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച അവക്കാഡോൻ്റെ ഉള്ളിലുള്ള വിത്ത് മുളപ്പിച്ച് വെച്ചതാണ്. അതുകൊണ്ട് അത് കായ്ക്കുമോ എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു തൈ വാങ്ങി വെച്ചതുകൊണ്ട് ചിലപ്പോൾ അത് കായ്ക്കുന്ന കൂട്ടത്തിൽ ഇതും കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കൊക്കെ നമ്മളെ വീടിന് ചുറ്റും ഇങ്ങനെ തൈകളൊക്കെ വെക്കുക, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണല്ലേ. ഒരുപാട് ആളുകൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തിന് കാത്തു നിൽക്കാതെ നമ്മൾ നല്ല സമയത്ത് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല തണലായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് തരും. അതേപോലെ തന്നെ ഒരുപാട് പക്ഷികൾ വരും. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ടൈമിലൊക്കെ ഈ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിലും, ഇങ്ങനത്തെ ഗാർഡനിങ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നവരാണെങ്കിലും, ഒരു തൈ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാവുക. അതിലൊരു ഇല വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് വളരെ വലുതാണ്. അതിലൊരു പുഴു വരുമ്പോൾ നമുക്ക് വരുന്നൊരു വിഷമമുണ്ട്, അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ പറ്റുന്ന സ്ഥലത്ത്, നമുക്ക് എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിട്ടോ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം എന്താണ് ഉള്ള സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഫ്രീ ടൈമിൽ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്, ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിന് കഴിയട്ടെ ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.